ഒരു കമ്പനിയുടെ വണ്ടി പിടിക്കുന്നു, അവർ വിളിക്കുന്നു, അതിൽ ആൾക്കാരെ കൊണ്ടുപോകുന്നു. ഒരു അമ്പലപ്പറമ്പിൽ ഒരേ നമ്പറിലുള്ള 2 വണ്ടി കാണും. അങ്ങനെയാണ് അന്വേഷണം അവിടെ തുടങ്ങുന്നത്. അപ്പോൾ ഈ ഒരൊറ്റ വണ്ടി മാത്രം രജിസ്റ്റർ ചെയ്ത് അവർ ഒരെണ്ണത്തിൻ്റെ മാത്രം ടാക്സും മറ്റ് നികുതിയും അതുപോലുള്ള രജിസ്ട്രേഷനും ഒക്കെ ചെയ്ത് കാശ് കൊടുത്താൽ മതി. ഇത് വല്ലാത്തൊരു മേഖലയാണ്. കാരണം പണം ഉണ്ടാക്കാനായിട്ട് വലിയ അത് തന്നെയല്ല, ആഡംബര കാറുകൾ കൂടുതൽ വാങ്ങിച്ച് കൂട്ടുന്നവർ പലരും അവർ വിൽക്കുന്നതിൻ്റെ ഇരട്ടി നല്ല പൈസയ്ക്കായിരിക്കും വിൽക്കുന്നത്. ഓക്കെ. അപ്പോൾ അത് തന്നെയല്ല, ഇപ്പം ഇവിടുത്തെ പഴയ വണ്ടികൾക്ക് പഴയ കാലത്തൊക്കെ മാരുതി വണ്ടിക്ക് മുമ്പുള്ള പത്മിനി വണ്ടി മറ്റേതൊക്കെ വാഹനങ്ങൾ സ്പെയർ പാർട്സ് ഇവിടെ കിട്ടത്തില്ല. അത് പോകുന്നത് കോയമ്പത്തൂർ പോയാൽ കിട്ടും, ഉറപ്പാണ്. അവിടെ പോയാൽ കിട്ടും. പിന്നെ അതിന് മുമ്പുള്ള വണ്ടി ചിലപ്പോൾ കൽക്കട്ടയിൽ അംബാസഡറിൻ്റെയൊക്കെ ചില പ്രാന്തന്മാരുണ്ട് 1948 മോഡൽ അംബാസഡർ ഇപ്പോഴും കൊണ്ട് നടക്കുന്നവരുണ്ട്. ഓക്കെ. അപ്പോൾ അതിൻ്റെയൊക്കെ ഒറിജിനൽ സ്പെയർ പാർട്സ് ഇവിടെ കിട്ടില്ല. അപ്പോൾ ഏറ്റവും കൂടുതൽ അംബാസഡർ ടാക്സി കൊടുക്കുന്നത് ഞാൻ കണ്ടിരിക്കുന്ന അതും ഫിയറ്റും കണ്ടിരിക്കുന്ന കൽക്കട്ടയിൽ, ചെന്നൈയിൽ, ബോംബെയിൽ ഇപ്പോഴും ഉണ്ട്. ഇപ്പോഴും ഈ ഫിയറ്റ് വണ്ടി അവിടെ ഓടുന്നുണ്ട്. ഓക്കെ. അപ്പോൾ അതിനൊക്കെ സ്പെയർ പാർട്സ് കിട്ടണമെന്നുണ്ടെങ്കിൽ വേറെ എവിടെയെങ്കിലുമൊക്കെ മോട്ടിച്ച് വണ്ടി പൊളിച്ചിട്ട് അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഏത് വണ്ടിയുടെയും പുതിയ വണ്ടിയുടെ, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, പുതിയൊരു വണ്ടി നമ്മൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ മാരുതിയുടെ ഏതെങ്കിലും ലേറ്റസ്റ്റ് വണ്ടി വാങ്ങിച്ചാൽ അത് എവിടെയെങ്കിലും ഇടിച്ചുകൊണ്ട് അതിൻ്റെ സ്പെയർ പാർട്സ് കിട്ടത്തില്ല. ഓക്കെ. അപ്പോൾ അതിന് ഡ്യൂപ്ലിക്കേറ്റ് ചിലപ്പോൾ ഉടനെ ഇറങ്ങും, എങ്കിലും ഒറിജിനൽ സ്പെയർ പാർട്സ് കിട്ടുന്ന സ്ഥലങ്ങളുണ്ട്. ഓക്കെ. അത് ഈ മോഷണ വണ്ടികളൊക്കെ വന്ന് പൊളിച്ച് ആണ് എന്ന് പറഞ്ഞു. ഈ റാക്കറ്റ് എല്ലാം ഒന്നായിരിക്കുമോ? ഈ ടാക്സ് വെട്ടിക്കുന്ന റാക്കറ്റും ഇതുപോലെ വണ്ടി മോഷണം നടത്തുന്ന റാക്കറ്റും ഒക്കെ? തീർച്ചയായിട്ടും ഇതൊരു പ്രത്യേക കണക്ഷനുണ്ട്. കാരണം ഇപ്പം പഴയ കാലത്ത് കേരളത്തിൽ നമുക്ക് ഏതെങ്കിലും വണ്ടിയുടെ സ്പെയർ പാർട്സ് കിട്ടണമെങ്കിൽ തൃശ്ശൂർ പോകണം. തൃശ്ശൂർ റൗണ്ടിലുണ്ട്. അവിടെ ഒരു സ്ട്രീറ്റ് മുഴുവൻ ഈ സ്പെയർ പാർട്സ് വെക്കുന്ന കടകളാണ് ഉള്ളത്. അപ്പോൾ ഏത് വണ്ടിയുടെ അവിടെ കിട്ടും. പലപ്പോഴും നമ്മുടെ പോലീസ് ജീപ്പിൻ്റെ അല്ലെങ്കിൽ അന്ന് പോലീസ് കാറിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ പേഴ്സണൽ കാറിൻ്റെ ഒക്കെ ഒരു സാധനം കിട്ടാതെയുണ്ട്, നേരെ തൃശ്ശൂർ പോയാൽ മതി, ഇല്ലെങ്കിൽ കോയമ്പത്തൂർ പോകണം. അതേ സൗത്തിൽ ഈ 2 സ്ഥലത്തും അത് വളരെ പോപ്പുലറാണ്. ഓക്കെ. അപ്പോൾ അതിപ്പോൾ എല്ലാവരും അങ്ങ് ശീലിച്ചു കഴിഞ്ഞു. അപ്പോൾ ഹരിയാനയിലെ അല്ലെങ്കിൽ ഹിമാചൽ പ്രദേശിലെ ഒരേ വാഹനം തന്നെ ഇന്ത്യയുടെ പല സ്ഥലത്തും കച്ചവടം ചെയ്ത് ആരും ക്രോസ് ചെക്ക് ചെയ്യാൻ പറ്റത്തില്ല. അതായത് സ്റ്റേറ്റിലുള്ള മോട്ടോർ വെഹിക്കിൾസുകാർക്ക് മാത്രമേ അറിയത്തുള്ളൂ. അവർ നോക്കുമ്പോൾ ഈ വണ്ടിയുടെ കറക്റ്റ് അവിടെ എൻട്രി ഉണ്ട് ഹിമാചൽ പ്രദേശ്.